അങ്ങനെ എല്ലാ കാര്യത്തിനും പല ഹെൽപ്പും കിട്ടേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട് ഇവിടെ. ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. പിന്നീട് എന്താണ്, ഹെൽപ്പൊക്കെ കിട്ടി പുള്ളി എവിടെ എത്തി? ഫിലിമിലെത്തി, അതായത് ആ ഇൻഡസ്ട്രിയിലെത്തി. അവിടെ പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി ചെയ്യുന്ന ആക്ഷൻ, ആക്ടിങ് എന്നുള്ള ആക്ഷനാണ് പുള്ളി ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ എപ്പോൾ, എങ്ങനെ, എന്ത്, എത്ര സിനിമയിൽ അഭിനയിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരാളുടെ ഡ്രീം അക്കൗണ്ടൻ്റ് ആവുകയാണ്. അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ടിയിട്ട് മേ ബി പുറത്ത് ദുബായിൽ ഒരു അക്കൗണ്ടൻ്റ് ആവാനാണെങ്കിൽ കുറേ നാട്ടിലുള്ള ആളുകൾ, റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വിസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ വിസിറ്റിംഗ് അടിച്ച് അവിടെ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കോഴ്സ് പഠിക്കാൻ കുറേ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവും. സോ ഏതെങ്കിലും ഒരു ടൈപ്പ് ഹെൽപ്പ് ആയിരിക്കും ആ ഒരു സമയത്ത് വേണ്ടി വരിക. പിന്നെ പുള്ളി ചെയ്യുന്ന ജോബ് എന്തായിരിക്കും? പുള്ളി ഒന്നെങ്കിൽ ഒരു ബുക്ക് കീപ്പിംഗ്, അല്ലെങ്കിൽ കണക്ക് കൂട്ടുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആക്ഷൻസും പുള്ളി ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസും ഉണ്ടാവും. സോ ഇനി എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അവന് സ്റ്റേജിൽ നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് പറയണ്ടേ. സോ നമ്മൾ ആദ്യം പറഞ്ഞതിൽ എന്തായിരുന്നു? പുള്ളിക്കാരനെ എന്താണ്, ആരാണിത് ചെയ്യുന്നത്? അതാണ് ആക്ടർ. ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ നന്നായി ഡാൻസ് ചെയ്യുന്നത് ആരാ?